ഒരു കുഞ്ഞു ഗാർഡൻ ആണെങ്കിലും എന്നും നോക്കിയാലും എന്നും എന്തെങ്കിലുമൊക്കെ പണി കാണും കേട്ടോ. പക്ഷെ നമ്മളത് ചെയ്യുന്നത് 2-3 ദിവസം കൂടിയിട്ടാണെന്ന് മാത്രം. 2-3 ദിവസം കൂടി ചെയ്യുമ്പോഴത്തേന് ബോണസായിട്ട് നമുക്ക് തലവേദനയും കിട്ടും. പിന്നെ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ഇറങ്ങുന്നതാണ്. കാരണം ഞാൻ ശ്രദ്ധിക്കാതിരുന്ന ഒരു ടൈമിൽ ഒരുപാട് ഭയങ്കരമായിട്ടങ്ങ് ബോറായി പോയായിരുന്നു. പിന്നെ ഞാൻ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ട് വരുക കേട്ടോ. ഒരുപാട് ചെടികളൊന്നും ഇല്ലെന്ന് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഉള്ള ചെടിയൊക്കെ തന്നെയായിരിക്കും പിന്നെ ഓരോ പോട്ടിലേക്ക് ഞാൻ വെക്കുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ചെടിയാട്ടോ ബിഗോണിയ. വേറൊന്നും കൊണ്ടല്ല, അതിൻ്റെ ആ ലീഫും തണ്ടും, അതിൻ്റെ ലീഫിൻ്റെ ഷേപ്പ് ഒരു പ്രത്യേക ഭംഗിയല്ലേ. പിന്നെ ഈ ബോർഡർ ഗ്രാസ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇത് നമ്മളൊരു ഷേപ്പിലിങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു വീതിക്ക് തന്നെ നിർത്തുന്നത്, ഇതിൽ കൂടുതൽ വീതി നമ്മളാക്കില്ല. അതുപോലെ തന്നെ ഹൈറ്റും വെപ്പിക്കില്ല. അപ്പം അത് നമ്മൾ നോക്കി നിന്ന് കട്ട് ചെയ്ത് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നല്ല തിക്കായിട്ടും വന്നിട്ടുണ്ട്, നല്ല പച്ചക്കളർ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഒന്നുകൂടെ നല്ല തിക്കായിട്ട് വളരുമല്ലോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ തേയിലവെള്ളമൊക്കെ ഒഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ ഉണങ്ങി നിന്ന റോസക്കമ്പേന്നൊക്കെ തളിർപ്പുകൾ വന്നു. ഇതേ മൊട്ടുകളായിട്ടുണ്ട്. അതിൻ്റെ ചോടൊക്കെ ശരിക്കും ഉണങ്ങിയ പോലെയായിരുന്നു കേട്ടോ. അങ്ങനെ തേയിലവെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാണ് ഈ ബൊഗൻവില്ലയിൽ ഇങ്ങനെ ചെറിയ ചെറിയ ലീവ്സൊക്കെ വന്നതും ഒക്കെ. നമ്മളൊന്ന് പറമ്പിൽ നിന്ന് കലേഡിയം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് നന്നായിട്ടൊക്കെ നിൽപ്പുണ്ട്. പുതിയ 2 ഇലയും കൂടെ, കുഞ്ഞു ഇലയും കൂടെയൊക്കെ വന്നിട്ടുണ്ട് അതിന്. ഇനി നമുക്ക് ഈ ഒരു ഏരിയ ആണ് ഞാൻ പറഞ്ഞത്, റോസയും കാനവാഴയും മാത്രമാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെ എനിക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യണമെന്നൊരു പിടുത്തമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത്. റോസയുടെ കട്ട് ചെയ്യുന്ന ഭാഗമൊക്കെ ഞാൻ അവിടെ തന്നെ കേട്ടോ കുഴിച്ച് വെക്കുന്നത്, കുറച്ചൊരു ഭാഗത്ത്. അതുപോലെ കാനവാഴയിലെ പൂ കഴിഞ്ഞപ്പോഴത്തേന് കാനവാഴ കട്ട് ചെയ്ത് മാറ്റാൻ വെച്ചതാണ് കേട്ടോ. പക്ഷെ 2 എണ്ണം ഇങ്ങനെ നിന്നുകൊണ്ട് അതിൻ്റെ ചോട് മാറിപ്പോയി. പുതിയൊരു കാനവാഴ വന്നതായിരുന്നു. ഞാൻ ആദ്യം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനാണ് പൂ കഴിഞ്ഞത് ഇതല്ലല്ലോ എന്നോർത്ത്. പിന്നെ ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, തിരിച്ചു വെക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അത് 2ഉം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ റോസപ്പൂവൊക്കെ കഴിയുന്നത് ആ കമ്പും വെട്ടിയിട്ട് ഒരു സ്ക്വയർ പോലെ കുറച്ച് ഭാഗത്തേക്കേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ തന്നെ ഞാനതിൽ നിന്ന് കട്ട് ചെയ്യുന്നത് അവിടെ തന്നെ കുത്തി വെക്കും. ഒത്തിരി റോസപ്പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്ന നല്ല ഭംഗിയില്ലേ. അപ്പോൾ ആ ഒരു ഏരിയയിൽ റോസയും കാനവാഴയും വെക്കാമെന്ന് വെച്ചിട്ട് അതിൻ്റെതായ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. കാരണം ബോർഡറൊന്നും ശരിയാക്കിയില്ലെങ്കിൽ വലിയ വൃത്തി കാണത്തില്ല. മുല്ലച്ചൂട് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ റെഡിയാക്കിയത്, അതും നന്നായിട്ടൊക്കെ നിൽപ്പുണ്ട്. ഈ കാനവാഴയിൽ ഇങ്ങനെ പൂ നിൽക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ. ബിഗോണിയ പ്ലാന്റ് നമുക്ക് ഇനി വേറൊരു പോട്ടിലോട്ടും കൂടെ ഒന്ന് ആക്കാമെന്ന് വെച്ചിരിക്കുക കേട്ടോ. അതിൽ തന്നെ ബുഷിയായിട്ട് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത ഭാഗമൊക്കെ അതിനകത്ത് തന്നെയാണ് വെച്ചിരുന്നത്. ആ പോട്ടിൽ തന്നെ വെച്ച് അത്യാവശ്യം ഒന്ന് ബുഷിയായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചോട്ടിൽ നിന്നൊക്കെ വീണ്ടും കുഞ്ഞി ഇത് തണ്ടുകളിങ്ങനെ വന്നപ്പോഴത്തേന് ഞാൻ വിചാരിച്ചു വേറെ ഒരു ചട്ടിയിലും കൂടെ ആക്കുവാണെങ്കിൽ അത്രയാവുമല്ലോ, ആ ചെടി നമുക്ക് വീണ്ടും അത്രയും കിട്ടുമല്ലോ. അപ്പോൾ ശരിക്കും നല്ല ഭംഗിയുള്ളൊരു ചെടിയല്ല എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഇലയുടെ ഷേപ്പും അതിൻ്റെ തണ്ടിൻ്റെ ആ ഒരു വലിപ്പവും എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബിഗോണിയ കുഞ്ഞി പൂക്കളും ഒരു റോസ് കളറും ഒരു യെല്ലോയും അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ യെല്ലോയും ഒക്കെ ആയിട്ട്. അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച് കട്ടിങ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു 3 എണ്ണം എടുത്തിട്ട് വേറൊരു പോട്ടിലും കൂടെ ആക്കിയിട്ട് വെക്കുന്നുണ്ട്. ചെറിയൊരു പോട്ടിലാട്ടോ ഇപ്പോൾ വെക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും പിന്നെ അഭിപ്രായങ്ങളൊക്കെ എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ.